വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി പൊരിച്ചപ്പത്തിരിയാണ്. നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റുള്ള പൊരിച്ചപ്പത്തിരിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. 1 കപ്പ് അരിപ്പൊടി കൊണ്ടാണ് ഈ ഒരു പൊരിച്ചപ്പത്തിരി തയ്യാറാക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വൈകുന്നേരങ്ങളിലെ ചായക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സും കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊരിച്ചപ്പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പൊടിയിലൊക്കെ അത് വലുതായിട്ട് തന്നെ അങ്ങനെ കാണും. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. അതുവരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ പത്തിരിക്ക് ഉണ്ടാവുക. നല്ലൊരു ടേസ്റ്റാണ്. ചായക്കടയിലൊക്കെ കിട്ടുന്നേക്കാളും ഒരു ടേസ്റ്റാണ് ഈ നെയ്യും അതേപോലെ തന്നെ ഈ പച്ചമുളകും ഇഞ്ചി ചതച്ചതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഈ ഒരു കപ്പിലാണ് ഞാൻ അരിപ്പൊടി എടുക്കുന്നത്. 250 ml കപ്പാണ്. അപ്പോൾ നമുക്ക് ഏത് കപ്പായാലും മതി. നമ്മൾ ഗ്ലാസ് ആണെങ്കിൽ അതെടുത്താലും മതി. 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ വാട്ടിയെടുക്കുന്ന രീതിയിൽ തന്നെയാണ് വാട്ടിയെടുക്കുന്നത്. നൈസ് പത്തിരിയൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ തന്നെ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പം വെള്ളം കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ചെയ്തെടുത്താൽ മതി. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ സെയിം അരിപ്പൊടിയാണ്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഏത് അരിപ്പൊടിയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പച്ചരി പൊടിച്ച് വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൊടി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാ പത്തിരി നൈസ് പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെ ആ ഒരു രീതിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതും അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇവിടെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ടീസ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിയിലേക്ക് 4 ടീസ്പൂൺ തേങ്ങ എന്ന രീതിയിൽ എടുത്താൽ മതി. തേങ്ങ കൂടി പോകാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു 3 ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പൊടിയിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അധികം ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത്. നമ്മുടെ പത്തിരി അത്ര തന്നെ സോഫ്റ്റായി കിട്ടൂല. ഒരു ഇളം ചൂട് തന്നെ നമുക്ക് ഈ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു കരിഞ്ജീരകം കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതേപോലെ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ചൊരു ഓയിലിൻ്റെ ഒരു ഇതുണ്ടാകും. ഇനി നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഫുള്ള് പൊടിയും കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് അത് മൊത്തമായിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഈ ഒരു പത്തിരി ഉണ്ടാവുക. അപ്പോൾ അധികം കട്ടിയാവാനോ അതേപോലെ തന്നെ അധികം തിന്നായി പോകാനും പാടില്ല. അപ്പോൾ അധികം കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊന്നും കുക്കായി കിട്ടൂല. അപ്പോൾ നമ്മുടെ കട്ടി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പത്തിരി അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പത്തിരി തിന്നായി പോയിട്ടുണ്ടെങ്കിൽ, കട്ടിയില്ലാതെ തിന്നായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പൊരിച്ച പത്തിരിയുടെ ടേസ്റ്റ് കിട്ടൂല. നമ്മുടെ പത്തിരി കുറച്ച് ക്രിസ്പി ആയി പോകും. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇത് ഓരോന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കി ബാലൻസ് വന്ന പൊടികളൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ പത്തിരി നമുക്ക് കയ്യിലെടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഈ ഒരു കട്ടിക്കാണ് നമുക്ക് പത്തിരി വേണ്ടത്. അപ്പം ബാക്കിയുള്ള പത്തിരികളൊക്കെ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്ത് കൈ വെച്ചിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കാം. അപ്പം ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ബാക്കി വരുന്നതൊക്കെ ഇതേപോലെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്ത് ഒന്നും കൂടി ഒന്ന് പരത്തി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പം ഞാൻ എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി കൊണ്ട് എനിക്ക് 14 പത്തിരിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് പത്തിരി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീയെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റാം. ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. പത്തിരി ഇട്ടപാടെ തന്നെ നമ്മൾ മറിച്ചിടരുത്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് പത്തിരി ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് കോരിയെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. 1 കപ്പ് അരി വെച്ചിട്ട് 14 പത്തിരിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരങ്ങളിലെ ചായയോടൊപ്പമോ അല്ലെങ്കിൽ കറി വെച്ചിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പൊരിച്ചപ്പത്തിരിയാണ്. അപ്പോൾ തട്ടുകട സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ചപ്പത്തിരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.